എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾ കോപത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധി എന്ന വലിയ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതുകണ്ട് എന്റെ പുത്രനായ ഈശോ ഏറെ വേദനിക്കുന്നു. മരിയൻ അപ്പരീഷൻസ്. സുവിശേഷ പ്രഘോഷകരുടെ മധ്യസ്ഥയായ നമ്മുടെ അമ്മ ഇതാ ഈ യുഗാന്ത്യകാലത്തിനു വേണ്ട പ്രത്യേക ശുശ്രൂഷകൾ പരിശീലിപ്പിക്കുവാൻ നമ്മെ പുത്രന്റെ സവിധത്തിലേക്ക് ക്ഷണിക്കുന്നു. തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ പടനയിക്കുന്ന സ്വർഗത്തിൻ്റെ രാജ്ഞി ഇതാ മാലാഖമാരുടെ അകമ്പടിയോടെ തിരുസഭയിൽ വ്യാപരിക്കുന്നു. തിരുരക്തത്തിൽ മുക്കിയ വാളുമായി മുഖ്യദൂതന്മാരിതാ മനുഷ്യമക്കൾക്ക് കാവൽ നിൽക്കുന്നു. യോഹന്നാൻ ഇതാ യേശുവിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതനിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതെ, പുത്രനിൽ വിശ്വസിക്കാത്തവരെയൊക്കെ നമുക്ക് അവിടുത്തെ കരുണയ്ക്ക് മുൻപിൽ സമർപ്പിക്കാം. തൻ്റെ പുത്രനെ അവഹേളനത്തോടെ കാണുന്ന മക്കളെയോർത്ത് അമ്മ ഇതാ കണ്ണുനീർ രക്തമാക്കി ഒഴുക്കുന്നു. സക്രാരികളിൽ വസിക്കുന്ന തിരുവോസ്തി രൂപനെ അമ്മ ഇതാ എന്നും നസ്രത്തിൽ കരുതിയ സ്നേഹം നൽകി പുണരുന്നു. തിന്മയുടെ പിടിയിലമർന്നു ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ തേടി അമ്മ ഇതാ തിരുസഭയിൽ സജീവയാകുന്നു. അവരെ സ്വർഗത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കണ്ണുനീരിൽ കുളിപ്പിച്ച് നിർമ്മലരാക്കി സക്രാരിയോട് ചേർക്കുവാൻ അമ്മ ഇതാ ലോകത്തിൽ സജീവയാകുന്നു. കൂദാശകളിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളെ ഓർത്ത് അമ്മ കരയുന്നു. യുഗാന്ത്യം വരെ നമ്മോട് കൂടെയായിരിക്കുവാൻ ദിവ്യകാരുണ്യമായ ഈശോയെ അറിയാതെ മറ്റുറവിടങ്ങൾ തേടി അലയുന്ന മക്കളെയോർത്ത് അമ്മ വേദനിക്കുന്നു. ദിവ്യകാരുണ്യത്തെ ആദ്യമായി ഹൃദയത്തിൽ സ്വീകരിച്ച നമ്മുടെ അമ്മ പുത്രന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മെയും ക്ഷണിക്കുന്നു. ഇനിയുള്ള കാലം വളരെയധികം കലുഷിതമാണ്. തിന്മയുടെ നിഴലാട്ടങ്ങൾ പെരുകി വരുന്നു. യേശുനാമം ഉയരുന്ന ഇടങ്ങളെയെല്ലാം തിരഞ്ഞുപിടിച്ച് പിശാച് ആക്രമിക്കുവാൻ മുതിരുന്നു.
ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറി വിളിച്ച് അവൻ ആത്മാക്കളുടെ പുറകെ പായുന്നു. നന്മയുടെ വാർത്തകളെ മൂടിവെച്ച് തിന്മ മാത്രം അവൻ ആഘോഷിക്കുന്നു. അന്തിമമായ വിജയം കുരിശിൽ നേടിയ ദൈവപുത്രനെ അവൻ ഇന്നും അവഹേളിക്കുന്നു. ദൈവസ്നേഹവും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തെ മുഴുവൻ അവൻ്റേതാണെന്ന് അവകാശപ്പെടുന്നു. അതിനായി എങ്ങും തിന്മ നിറഞ്ഞിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുന്നു. ഈ ലോകത്തിൽ ഏറ്റവും അവസാനം ജനിക്കുന്ന കുഞ്ഞിനു പോലും അവകാശപ്പെട്ട കുരിശിലെ നിത്യരക്ഷയെ അതുകൊണ്ടുതന്നെ അവൻ അവഹേളിക്കുന്നു. ലോകം മുഴുവൻ തിന്മയെ നിറയ്ക്കാനായി അവൻ തിരുസഭയെ തകർക്കാൻ ഒരുമ്പെടുന്നു. അതിനായി കുടുംബങ്ങളിലേക്ക് തിന്മ വിതറുന്നു. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയാൽ അതിനാൽ തന്നെ തിരുസഭയുടെ അടിസ്ഥാനം തകരുമെന്ന് ദുഷ്ടൻ മനസ്സിലാക്കിയിരിക്കുന്നു. കൂദാശ ജീവിതത്തെ നിസ്സാരമായി കാണാൻ അവൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നു. കുടുംബജീവിതക്കാരുടെ അടിസ്ഥാന കൃപയായ സ്നേഹത്തിൽ വിള്ളലുകൾ വീഴ്ത്തി ദൈവത്തിനെതിരെ തിരിയാൻ അവൻ പ്രലോഭിപ്പിക്കുന്നു. മെഡ്ജുഗോറിയയിൽ അമ്മ നൽകിയ മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടത്തിൽ എത്രയോ പ്രസക്തമെന്ന് വ്യക്തം. എന്റെ കുഞ്ഞുമക്കളെ, ഇത് കൃപാവരത്തിന്റെ കാലമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഈശോയ്ക്ക് നന്ദി പറയുവാൻ നിങ്ങൾ ശീലിക്കുവിൻ. നിങ്ങൾക്കുള്ളവയിൽ സന്തോഷം കണ്ടെത്തുവിൻ. കഴിഞ്ഞുപോയ ദുഃഖത്തിന്റെ ഓർമ്മകൾ മറന്നുകളയുവിൻ. നിങ്ങളുടെ ആകുലതകളും ദുഃഖങ്ങളും ദിവ്യബലിയിൽ ഈശോയോട് പങ്കുവയ്ക്കുവിൻ. ദൈവപദ്ധതിയുടെ മഹത്വമറിയാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവിൻ. വിശ്വാസത്തിൽ അപജയങ്ങൾ നേരിടുന്ന സങ്കീർണ കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ അമ്മ ഇടപെട്ട പ്രത്യക്ഷങ്ങളെയാണ് നാം ഇവിടെ കണ്ടെത്തിപ്പോരുന്നത്. ഇവിടെയെല്ലാം അമ്മ പ്രഘോഷിച്ച സന്ദേശങ്ങൾ എല്ലാം തന്നെ പാപജീവിതം ഉപേക്ഷിക്കുക, തൻ്റെ പുത്രൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക എന്ന മാനസാന്തര സുവിശേഷ ദൂതാണെന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നു. അമ്മയുടെ മുന്നറിയിപ്പുകളെല്ലാം ഭാവിയെക്കുറിച്ചുള്ള ഭീകരമായ വാർത്തകളും ശിക്ഷാവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കോപത്തെ കാണിക്കുന്നതുമാണെന്ന തെറ്റായ സന്ദേശങ്ങൾ വളരെയധികം പ്രചരിക്കുന്നു. അമ്മയുടെ സന്ദേശങ്ങളൊന്നും ഇത്തരത്തിൽ ഭീതികരമായതോ ഭാവിയെക്കുറിച്ചുള്ള വെളിപാടുകളോ അല്ലെന്നതും നാം തിരിച്ചറിയുക. അതെല്ലാം മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്ന സുവിശേഷ ദൂത് മാത്രമാകുന്നു. ഇവ പ്രഘോഷിക്കുന്ന കാലഘട്ടങ്ങളിൽ അമ്മ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു എന്നു മാത്രം. ലോകാവസാനം പോലുള്ള കാര്യങ്ങളിൽ അമ്മയൊരിക്കലും സ്വർഗത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നയൊന്നും ഇതുവരെ പ്രത്യക്ഷയിടങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്തരം പ്രചരണങ്ങൾ തിരുസഭയുടെ പഠനങ്ങളോട് ചേർത്ത് മനസ്സിലാക്കുവാനും അമ്മയെ സ്നേഹിക്കുവാനും പുത്രനെ ആരാധിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ലോകാവസാനം പോലുള്ള മനുഷ്യന് ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പ്രഘോഷിച്ച് ആളുകളെ വശീകരിക്കുന്ന തെറ്റായ കൂട്ടായ്മകളിൽ ചെന്നുചേരാതെ കൂദാശ ജീവിതവും അനുതാപവും വഴി തിരുസഭയോട് ചേർന്നു നിൽക്കുവാനും അമ്മ നമ്മെ ക്ഷണിക്കുന്നു. (1960) കാലഘട്ടം. സ്പെയിനിലെ തിരുസഭ
വളരെയധികം വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം. കൂദാശ ജീവിതം ഉപേക്ഷിച്ച് കുടുംബങ്ങൾ വ്യക്തിഗത സഭകളിലെ പഠനങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന അവസ്ഥ. വിശ്വാസികൾ ദിവ്യബലിയെ ലാഘവത്തോടെ കണ്ട് പാപജീവിതം നയിക്കുന്ന കാലഘട്ടം. സ്പെയിനിലാകമാനം വലിയ വരൾച്ചയും വിശ്വാസ തകർച്ചയും നേരിടുന്ന പ്രത്യേക കാലഘട്ടം. യുവജനങ്ങൾ തിരുസഭയെ സ്നേഹിക്കാതെ ലോകത്തിൻ്റെ മായയിൽ കഴിയുന്ന കലുഷിത കാലഘട്ടം. ഇത്തരം പ്രത്യേക അവസ്ഥയിലായിരുന്നു 1961 സ്പെയിനിലെ ഗർബന്താളിൽ അമ്മ 4 കുട്ടികൾക്ക് പ്രത്യേക രീതിയിലുള്ള സന്ദർശനം നൽകിയത്. 1965 വരെ 4 വർഷത്തിലായി 200ഓളം പ്രാവശ്യം അമ്മ ഇവർക്ക് പ്രത്യക്ഷമേകി. അമ്മയുടെ സന്ദർശനത്തിനു മുന്നോടിയായി മിഖായേൽ ദേവദൂതന്റെ പ്രത്യേക ഇടപെടൽ നൽകിയാണ് അമ്മ ഇത് ആരംഭിച്ചത്. ഗ്രാമത്തിലെ താഴ്വാരത്ത് നിന്നിരുന്ന കൂട്ടുകാരായ കോൺചിത്ത, മേരി ലോലി, ജബീത്ത, മരിയ ക്രൂസ് എന്നീ ബാലികമാർക്ക് 1961 ജൂൺ 18 വിശുദ്ധ മിഖായേൽ ആദ്യം പ്രത്യക്ഷമേകി. തുടർച്ചയായി 8 പ്രാവശ്യം മാലാഖ ഇവരെ സന്ദർശിച്ചു. ഒടുവിൽ ജൂലൈ 1 മാലാഖ ഇവരോട് നാളെ പരിശുദ്ധയമ്മ കർമ്മല മാതാവായി നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുമെന്നും അതിനു മുന്നോടിയായാണ് ഞാൻ വന്നതെന്നും അവരെ അറിയിച്ചു. ഗർബന്താളിനടുത്ത് കുന്നിൻ മുകളിൽ പൈൻ മരങ്ങൾ നിറഞ്ഞയിടത്ത് എത്തണമെന്നും നാളെ അമ്മ അവിടെ നിങ്ങളെ കാണാനെത്തുമെന്നും അറിയിച്ചു. മാലാഖ അറിയിച്ചതുപോലെ അമ്മ പിറ്റേന്ന് വൈകുന്നേരം പൈൻമരങ്ങൾ നിറഞ്ഞ കുന്നിൻ ചെരുവിൽ കുട്ടികൾക്ക് മുൻപിൽ പ്രത്യക്ഷയായി. ആകാശത്തു നിന്നും താണിറങ്ങി ഉണ്ണിയെ വഹിച്ചുകൊണ്ടായിരുന്നു അമ്മ വന്നത്. ഏറെ സുന്ദരവും കുളിർകാറ്റും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വലിയ സ്വർഗീയ പ്രഭ നിറഞ്ഞു വന്നു. വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കണമെന്നും അതിനായി ത്യാഗങ്ങൾ ഏറ്റെടുക്കണമെന്നും ദിവ്യകാരുണ്യനാഥനെ എപ്പോഴും സന്ദർശിച്ച് ആരാധിക്കണമെന്നും അമ്മ കുഞ്ഞുങ്ങളെ അറിയിച്ചു. പിന്നീട് ഞാൻ വരാമെന്നും താഴ്വാരത്ത് നിങ്ങൾ ദിനവും എത്തണമെന്നും അവരോട് അമ്മ പറഞ്ഞു. പിന്നീട് പല സായാഹ്നങ്ങളിലും അമ്മ അവരെ സന്ദർശിക്കുകയും സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകാൻ കരങ്ങളുയർത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. കുട്ടികൾ ഈ വിവരം അതീവ രഹസ്യമായി ആരോടും പറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വന്നു. 1965 ജനുവരി 1 പുതുവത്സര ദിനത്തിലെ സായാഹ്നത്തിൽ അമ്മ കുട്ടികൾക്ക് നൽകിയ സന്ദേശം വൈദികരും കർദിനാൾമാരും വിശുദ്ധിയുടെ പാതയിൽ ഏറെ ചരിക്കേണ്ടതുണ്ട് എന്നും അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും അറിയിച്ചു. വിശുദ്ധരായി ഇവർ ബലിപീഠത്തിനരികെ വ്യാപരിക്കുവാൻ ഞാൻ ഏറെ കൊതിക്കുന്നു എന്ന് കണ്ണുനീർ വാർത്തു പറയുന്നത് കുട്ടികൾ ഏറെ നേരം ശ്രവിച്ചു. ഞാൻ മക്കളുടെ നാശം കാണുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ഞാൻ നിങ്ങളുടെ സ്വർഗീയ അമ്മയാണെന്നും മാതാവ് പറഞ്ഞു. പിന്നീട് അമ്മ പതുക്കെ മറഞ്ഞു. ഈ ദർശന വിവരം ഇവരുടെ മാതാപിതാക്കൾ വഴി നാട്ടിലാകെ അറിയുകയും അനേകം പേർ കുട്ടികളോടൊപ്പം താഴ്വാരത്ത് അമ്മയെ കാണുവാനെത്തുകയും ചെയ്തു വന്നു. വലിയ സ്വർഗീയ പ്രഭയും സുഗന്ധവും ആകാശത്തു നിന്ന് താണിറങ്ങുന്നതും ഏറെ നേരം കുട്ടികൾക്ക് മുൻപിൽ നിൽക്കുന്നതും മാത്രമേ ജനങ്ങൾക്ക് കാണുവാൻ സാധിച്ചുള്ളൂ. ഇതിൽ വിഷമിച്ച ജനങ്ങൾ ഒരടയാളത്തിനായി കുട്ടികൾക്ക് മുൻപിൽ ആവശ്യപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ നമ്മുടെ അമ്മ കുട്ടിയായ കൊച്ചിത്തായുടെ നാവിൽ സന്ദർശന സമയം ഒരു തിരുവോസ്തി വച്ച് നൽകി.
ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട ജനങ്ങൾ ഏറെ നേരം ആവേ മരിയ എന്ന് ഉറക്കെ നിലവിളിക്കുകയും അമ്മയ്ക്ക് സ്തുതി പാടുകയും ചെയ്തു. 1962 ജൂലൈ മാസത്തിൽ ആദ്യ വെള്ളിയിൽ കൊച്ചിത്തായിക്കും മേരി ലോലിക്കും അമ്മ അവസാന ശിക്ഷാവിധിയുടെ സമയത്തെക്കുറിച്ചുള്ള വലിയ ഒരു ദർശനം നൽകി. ഇത് കണ്ട് ഭയന്നു വിറച്ചു നിന്ന മക്കളെ കണ്ട് മാതാവ് സ്വർഗത്തിലേക്ക് കരങ്ങളും കണ്ണുകളും ഉയർത്തി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കുട്ടികൾ കണ്ടു. ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് ദൈവം മനുഷ്യരെ വിധിക്കുമെങ്കിൽ അത് എത്രയോ ഭയാനകമെന്ന് കരുതുന്ന അമ്മ കരുണയ്ക്കു വേണ്ടി കരയുന്ന മധ്യസ്ഥിയായി മാറുന്ന ദൃശ്യമായിരുന്നു അത്. ദൈവം നീതിമാനും കരുണാമയനുമാകയാൽ അത് നീതിപൂർവകമായിരിക്കുമെന്ന് അറിയുന്ന അമ്മ ആ നീതിയെ വാഴ്ത്തുകയും മനുഷ്യരുടെ പാപത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുകയും ചെയ്യുന്നു. എത്ര നാൾ ദൈവം ഈ കരുണ പ്രകടിപ്പിക്കും എന്നതായിരിക്കും അമ്മയുടെ കണ്ണുനീരിൻ്റെ സ്വർഗീയ അർത്ഥമെന്ന് മരിയൻ പണ്ഡിതർ കണ്ടെത്തുന്നു. 1962 ഈ മാതൃ അത്ഭുതങ്ങൾക്ക് സ്പെയിനിലെ മുതിർന്ന വൈദികരായ ഫാദർ ലൂയിസ് ആൻഡ്രുവും വിശുദ്ധ പാദ്രെ പിയോയും നേരിട്ട് സാക്ഷ്യം വഹിച്ചു എന്നത് ഈ അത്ഭുതത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ജൂലൈ 16 അമ്മ കുട്ടികൾക്ക് നൽകിയ ദർശനത്തിൽ ഇവിടെ വിശുദ്ധ മിഖായേലിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയണമെന്നും അതുവഴി പുത്രൻ സക്രാരിയിൽ ആരാധിക്കപ്പെടുമെന്നും അറിയിച്ചു. 1965 വരെ ഏകദേശം 200 തവണ അമ്മ ഇവിടെ പലപ്പോഴായി കുട്ടികൾക്ക് മുൻപിൽ പ്രത്യക്ഷയായി. പ്രമുഖരായ പല വൈദികരും സഭാപണ്ഡിതരും ജനങ്ങളും ഈ അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയും ഈ മാതൃ ഇടപെടൽ വഴി ധന്യരാവുകയും ചെയ്തു എന്നത് അമ്മയുടെ വലിയ ഇടപെടലിൻ്റെ മഹത്വമാകുന്നു. ഈ അത്ഭുതത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച വിശുദ്ധ പാദ്രെ പിയോ താൻ മരിക്കുമ്പോൾ അവസാനമിടുന്ന തൂവാല ദർശനക്കാരിയായ കൊച്ചിത്തയ്ക്ക് സമ്മാനമായി നൽകണമെന്ന് പറഞ്ഞാണ് മരണമടഞ്ഞത്. സ്പെയിനിലെ വടക്കു പടിഞ്ഞാറുള്ള ഗ്രാമമായ ഗരബന്താൾ എന്ന കൊച്ചു ഗ്രാമം അങ്ങനെ വലിയ മരിയൻ പ്രത്യക്ഷ ദേശമാവുകയും പരിശുദ്ധ സിംഹാസനം അനേകം പഠനങ്ങളും കണ്ടെത്തലുകളും വഴി പ്രത്യേക കൽപ്പന നൽകി ഈ അത്ഭുതത്തെ ബഹുമാനിക്കുകയും മാതൃഭക്തി പ്രചാരകരാകുവാൻ സ്പെയിനിലെ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയുമുണ്ടായി. സ്പെയിനിലെ തിരുസഭ ഈ മാതൃ ഇടപെടൽ വഴി വലിയ ശക്തമാവുകയും വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി എത്തുകയും ചെയ്തു. ഗരബന്താൾ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന വലിയ മരിയഭക്തി പ്രചാരകരായി അനേകം പേർ ഗരബന്താളിൽ പ്രവർത്തിച്ചു. തിരുസഭ അതിനാൽ തന്നെ ശക്തമാവുകയും ജനങ്ങൾ കൂദാശ ജീവിതത്തിലേക്ക് മടങ്ങിവരുകയും ദിവ്യബലിയിൽ സജീവമായി പങ്കുചേരുകയും ചെയ്തു വന്നു. പിന്നീട് വിശുദ്ധ മിഖായേലിൻ്റെ നാമത്തിൽ അവിടെ വലിയൊരു ദേവാലയം പണിതുയർത്തപ്പെടുകയും അതുവഴി വിശ്വാസികൾ ആ നാട്ടിൽ വിശ്വാസജലം നുകരുകയും ചെയ്തു. നിർജീവമായ ചെറിയ ഇടവക സമൂഹങ്ങളെല്ലാം മരിയഭക്തി വഴി ശക്തരാവുകയും സ്പെയിനിലെ തിരുസഭ ശക്തമാവുകയും ചെയ്തു. ഇന്നും തൻ്റെ പുത്രൻ്റെ തിരുസഭയെ പരിപാലിക്കുന്ന സ്വർഗീയ പരിപാലകയായി അമ്മ നമുക്കിടയിൽ വ്യാപരിക്കുന്നു. അഭിഷേകത്തിൻ്റെ വീഞ്ഞു വറ്റിപ്പോകുന്ന പുത്രൻ്റെ ബലിപീഠത്തിൻ്റെ വിരുന്നുശാലയിൽ നല്ല വീഞ്ഞു സൂക്ഷിച്ചു വെക്കുന്ന പരിചാരികയായി ഇന്നും ആ കാനായിലെ അമ്മ കാത്തിരിക്കുന്നു. അമ്മ ഇന്നും പറയുന്നത് ഒരേ കാര്യമാണ്: മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക.
വചനത്തിൽ ആഴപ്പെടുവാനും തിരുസഭയെ സ്നേഹിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് അമ്മ ലോകമെങ്ങും അടയാളങ്ങളും അത്ഭുതങ്ങളുമായി സജീവയാകുന്നു. അവിടെയെല്ലാം മുഴങ്ങുന്നത് ഈ അനുസരണത്തിൻ്റെ മരിയൻ ഗീതമാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. പുത്രൻ പറയുന്നതുപോലെ മാത്രം ചെയ്യുക. ഇതാണ് അമ്മയുടെ സന്ദേശങ്ങളുടെ ആന്തരിക സത്ത. ഇത് സുവിശേഷത്തിൻ്റെ കൃപാവരത്തിൻ്റെ യുഗമാണ്. അതുപോലെ തന്നെ ഇത് മരിയൻ യുഗവുമാണ്. പാപജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ അമ്മ ഓരോ പ്രത്യക്ഷയിടങ്ങളിലും സംസാരിക്കുന്നു. മരിയ ഭക്തി എന്ന സ്വർഗീയ പദ്ധതി അതിനാൽ തന്നെ പ്രസാദവരത്തിൻ്റെ വലിയ നീർച്ചാലാകുന്നു. കൂദാശ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഇടപെടൽ മാത്രമേ അമ്മ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. തൻ്റെ പുത്രൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ളത് മാത്രമേ അമ്മ ചെയ്യുന്നുള്ളൂ. അമ്മയുടെ മഹത്വമോ കീർത്തിയോ ഒന്നും ഈ എളിമയുടെ കന്യകയെ ഭരിക്കുന്നില്ല. ഈ മരിയൻ പ്രോഗ്രാം പോലും തൻ്റെ പുത്രൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതാവണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. കൂദാശകളിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അമ്മയിൽ നിന്നുള്ളൂ എന്നതുകൊണ്ട് അതല്ലാത്തതൊന്നും അമ്മ ആഗ്രഹിക്കുന്നില്ല. ഫാത്തിമയിലെ അമ്മയുടെ വേദനയാർന്ന പങ്കുവയ്ക്കലുകൾ ഇപ്രകാരമായിരുന്നു: എൻ്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പി തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. ആ സംഭാഷണം എൻ്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. ഉറവ വറ്റാത്ത സ്നേഹമായി നമുക്ക് മുൻപിൽ നിലകൊള്ളുന്ന സ്വർഗീയ സ്നേഹമാണ് അമ്മ. തൻ്റെ മക്കളെ റാഞ്ചാൻ അണയുന്ന പിശാചിൻ്റെ കഴുകൻ തന്ത്രങ്ങളെ തള്ളക്കോഴി ചിറകിനുള്ളിൽ കരുതുന്നതുപോലെ ഇന്നും അമ്മ തിരുസഭയ്ക്ക് മുകളിൽ തൻ്റെ വിമലമായ ഉടയാട വിരിച്ച് പൊതിയുന്നു. കൂദാശിയിൽ നിന്നും അകന്നു പോകുന്ന മക്കളെ ഓർത്ത് അമ്മയിന്നും കാൽവരിയിലൊഴുക്കിയ കണ്ണുനീരൊഴുക്കി കരയുന്നു. ആകാശം പോലെ വിശാലമായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ചേർത്തണയ്ക്കുവാൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയും മനുഷ്യമക്കളുടെ ആലംബവുമായ നമ്മുടെ അമ്മ ആ അമ്മയുടെ സ്നേഹത്താൽ നമ്മെ തഴുകുന്നു. പശ്ചാത്തപിക്കുവിൻ, പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പശ്ചാത്തപിക്കുവിൻ, പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ
സ്നേഹം നിറയും തൻ ഹൃദയത്തിൽ അഭയമേകുന്നു ദൈവം അഭയമേകുന്നു. രക്ഷയിലേക്കു നയിച്ചീ ജന്മം നവീകരിക്കുന്നു ദൈവം നവീകരിക്കുന്നു. ആത്മശരീര സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു. പശ്ചാത്തപിക്കുവിൻ പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിത വീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയണമേ.